സത്യഭാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഡാൻസർ. ഞാനിവരുടെ ഡാൻസ് ഒന്നും കണ്ടിട്ടില്ല, കാരണം ഞാൻ ഈ കലാരൂപം കാണാറില്ല. അപ്പോൾ അവർ ഒരു ഡാൻസറാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അവർ വിഷം തുപ്പുന്നത് ഇന്നലെ എല്ലാ മാധ്യമങ്ങളിലൂടെയും കാണാൻ പറ്റി. അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റ് പത്രമാധ്യമങ്ങളിലൂടെയും നമുക്ക് കാണാൻ പറ്റുന്നു. ഇവർ പറയുന്നത്, അതായത് ഈ ശ്രീ കലാഭവൻ മണിയുടെ അനുജൻ രാമകൃഷ്ണൻ, ഡോക്ടർ രാമകൃഷ്ണനാണ് കേട്ടോ, ഡോക്ടർ രാമകൃഷ്ണൻ. അദ്ദേഹം ഒരു പ്രമുഖ വിദ്യാലയത്തിൽ നിന്നും, നൃത്ത വിദ്യാലയത്തിൽ നിന്നും, അക്കാഡമിയിൽ നിന്നും ഉയർന്ന റാങ്കോടുകൂടി പാസ്സായി ഡോക്ടറേറ്റ് നേടിയ ആളാണ് കേട്ടോ. ഈ പറയുന്ന സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീക്ക് ഈ ഡോക്ടറേറ്റ് ഇല്ല. അവർ വലിയ നർത്തകിയാന്ന് പറയും, പക്ഷേ അവർക്ക് ഡോക്ടറേറ്റ് ഇല്ല. യഥാർത്ഥത്തിൽ അവരുടെ മുഖം വെളുത്തിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു. വെളുപ്പിനെയാണ് അവർക്ക് വലിയ ആരാധന, കറുപ്പിനോട് അവർക്ക് വെറുപ്പാണ്. അപ്പോൾ കറുത്ത ആളുകളെന്ന് പറയുന്നവർ കൊള്ളരുതാത്തവരാണെന്നും ആ രീതിയിൽ അവരെ ഒന്നും നൃത്തം പഠിപ്പിക്കാൻ, മോഹിനിയാട്ടം നടത്താൻ പാടില്ലെന്നും സുന്ദരന്മാരായിരിക്കണമെന്നും. എന്താണ് അവർക്ക് ഒരാൾക്ക് സൗന്ദര്യം തോന്നുന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. കലാഭവൻ മണി സുന്ദരനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും സുന്ദരനാണെന്ന് കലാഭവൻ മണി. എന്താ സൗന്ദര്യം? കലാഭവൻ മണിയുടെ നിറത്തിലോ മുഖത്തിന്റെ ആകൃതിയിലോ അല്ല ആ സൗന്ദര്യം ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കലാകാരൻ, ഏറ്റവും വലിയൊരു നടൻ എന്നുള്ള നിലയ്ക്കുള്ള അത്രത്തോളം വലിയൊരു നടൻ ഇല്ല എന്ന് നമുക്ക് പറയാം. ആ രീതിയിലുള്ള കഴിവുകൊണ്ടാണ് കലാഭവൻ മണി സുന്ദരനാകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൗന്ദര്യം എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഏതായാലും ഞാൻ പറയുന്നല്ലോ, ഈ പറയുന്ന ആളുകളെക്കാഴിയൊക്കെ സുന്ദരനായിട്ടാണ് എനിക്ക് ഈ രാമകൃഷ്ണനെ തോന്നിയിട്ടുള്ളത്. ഡോക്ടർ രാമകൃഷ്ണനെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ കാണുമ്പോൾ ഒരു പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പൗരുഷമാണ്. മാത്രമല്ല അയാളുടെ കഴിവുകളാണ് അയാളുടെ സൗന്ദര്യം. കഴിവെന്ന് പറയുന്നത്, അയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടണമെങ്കിൽ അയാൾ മിടുക്കനായതുകൊണ്ടല്ലേ അയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയത്. നൃത്തത്തിലെ മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് വാങ്ങുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒരുപാട് നർത്തകരുണ്ട്, അവർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഈ പറയുന്ന സ്ത്രീക്കില്ലല്ലോ. എന്നിട്ട് പറയുന്നത് എന്താ? അവസാനം ഇയാൾ കറുത്തിരിക്കുന്നു, ഇയാളുടെ അമ്മ പെറ്റ അമ്മ കണ്ടാൽ സഹിക്കത്തില്ലെന്ന്. ഇതൊക്കെ പറയാന്ന് പറഞ്ഞ ഒരു മനുഷ്യ സ്ത്രീ പറയുന്ന വാചകങ്ങളാണോ ഇവർ പുലമ്പുന്നത്? ഒരു സ്ത്രീക്ക് പറയാവുന്ന ഒരു വാചകങ്ങളാണോ ഇതൊക്കെ? ഇവരും സ്ത്രീയല്ലേ. അയാളുടെ അമ്മ സഹിക്കുകയല്ല, അയാളുടെ നൊന്തുപറ്റ അമ്മ സഹിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ത് മനോവേദനയുണ്ടാവും? ഇതുപോലെ ഇന്റൻഷണലായിട്ട് ഇൻസൾട്ട് ചെയ്യാനല്ലേ ഉപയോഗിക്കുന്നത്? അയാളെ ഇന്റൻഷണലായിട്ട് ഇൻസൾട്ട് ചെയ്യാണ്, അയാളെ മനോവേദന ഉണ്ടാക്കാൻ. പ്രശ്നം ഇവിടങ്ങല്ല, അയാൾ ഷെഡ്യൂൾഡ് കാസ്റ്റാണ്. അത് ഈ സ്ത്രീ ഒന്ന് തിരിച്ചറിയണമായിരുന്നു. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇതകത്ത് കിടന്ന് ഒരുപാട് നാൾ ഗോതമ്പുണ്ടെന്ന് ഇവർക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള അവസരമുണ്ട്. കാരണം നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് നമ്മുടെ രാജ്യത്ത്. അത് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും പ്രത്യേക പരീക്ഷ കൊടുക്കാനുള്ള ഒരു നിയമമാണ്. അവർക്കെതിരെയുള്ള ഒഫൻസുകൾ അതിൽ രണ്ടിടത്ത് വിവരിക്കുന്നുണ്ട്. ഒന്ന് 3(1) എന്ന് പറയുന്ന സെക്ഷനും, പിന്നെ മറ്റേത് ബാക്കി 3(2) വരുന്ന ഒഫൻസുകളുമാണ്. ഈ 3(1) 6 എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. 3(1)(R) 3(1)(R). അതിൽ പറയുന്നത് അറിയാം, ഇന്റൻഷനലി ഇൻസൾട്ട്, മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുക ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിനെ, അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ, മനപ്രയാസപ്പെടുത്താൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടിയ തടവെന്ന് പറയുന്നത് 5 വർഷം. ആ ഒഫൻസിന് 5 വർഷം. ഇവരിങ്ങനെ ഇരുന്ന് പുലമ്പുമ്പം വീണ്ടും വീണ്ടും ഇയാളെക്കുറിച്ച് പറയല്ലേ. ആ പറയുമ്പോൾ ആലോചിക്കണം, ഓരോ തവണ പറയുമ്പോഴും ഇത് പബ്ലിക് വ്യൂവിലായിരിക്കണം. ഇതിപ്പോൾ അവർ രഹസ്യമായിട്ട് അവരെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഇവരെ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് പറയുകയാണ്. എന്തെങ്കിലും ബോധമുണ്ടോ ഈ സ്ത്രീക്ക് ഇതുപോലെ പറയാൻ? ഈ ചാബല്യം കാണിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഒഫൻസ് അവർ കമ്മിറ്റ് ചെയ്യാന്ന് അവർ വിചാരിക്കണ്ടേ? അവർക്ക് ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ എന്ന് പറഞ്ഞാൽ 6 മാസം ഉറപ്പാണ്, കമ്പൽസറിയാണ്, കിട്ടിയേ വെക്കുള്ളൂ. രാമകൃഷ്ണൻ കേസിന് പോയി കഴിഞ്ഞാൽ ഇവർ വെള്ളത്തിലാണ്, ഉറപ്പാ. ഈ പുലമ്പെന്ന് വലിയ അഹങ്കാരമായിട്ട് സംസാരിക്കുന്നില്ലേ? അവരേതാണ്ട് സുന്ദരിയാണെന്നുള്ള ധാരണയിലാണ് ഈ സംസാരിക്കുന്നത് മുഴുവൻ. സൗന്ദര്യം എന്ന് പറയുന്നത്, അവർ ഈ വിഷം ചീറ്റുമ്പോൾ തന്നെ അതിലെന്തെങ്കിലും സൗന്ദര്യം തോന്നുന്നു നമുക്ക്? ഒരിക്കലുമില്ല.
അതാ ഞാൻ പറഞ്ഞ കലാഭവൻ മണി സുന്ദരനാണെന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് കലാഭവൻ മണി എന്നെ സംബന്ധിച്ചിടത്തോളം സുന്ദരനായ ഒരാളാണ്. അതിൻ്റെ കാരണം അയാളുടെ പൗരുഷം ഒന്ന്, അയാളെ കലാകാരൻ എന്നുള്ള വലിയ നടൻ എന്നുള്ള അയാളുടെ കഴിവ്, അപാരമായ കഴിവുകൾ, പാടാനുള്ള സിദ്ധി, ഇതൊക്കെ ഉള്ളത് അത് ചില്ലറ കാര്യമല്ല. അയാൾ മരിച്ചു പോയി, അത് മണ്ണ അടിഞ്ഞു പോയി. പക്ഷേ അയാളുടെ ഓർമ്മകളെല്ലാം നിലനിൽക്കുന്ന ഇന്നും കലാഭവൻ മണിയുടെ പാട്ടുകൾ എന്ന് പറയുന്നത് അതേ ശബ്ദത്തിൽ പാടാൻ ആളുകൾ ശ്രമിച്ച് നടക്കുന്നില്ലേ? അതിന്റെ കാരണം കലാഭവൻ മണി നൽകിയ സംഭാവനകളാണ്. അയാൾ സുന്ദരനല്ലേ? ഓരോരുത്തരുടെയും സൗന്ദര്യം എന്താണ്? ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരാളെ കണ്ട് കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറ് ഈ രീതി അക്കോമഡേറ്റ് ചെയ്യും. ഒരാളെ ആദ്യം കാണുമ്പോൾ അയാളെ കാണാനൊന്നും കൊള്ളത്തില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അതിലൂടാണല്ലോ ശ്രീ മോഹൻലാൽ സിനിമയിലേക്ക്, മുഖ്യധാര സിനിമയിലേക്ക് കടന്നു വരുന്നത്. അതിൽ മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. അന്ന് അയ്യോ ഇയാളെ ഏതാണെന്ന് നമുക്ക് തോന്നി. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മോഹൻലാൽ വളരെ സുന്ദരനല്ലേ? നമുക്ക് ഇപ്പം വളരെ സുന്ദരനാണ്. നമ്മൾ അത് സൗന്ദര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് രാമകൃഷ്ണൻ. ഡോക്ടർ രാമകൃഷ്ണൻ നല്ല ഒരു ഡാൻസറാണ്, നന്നായിട്ട് പ്രകടനം നടത്തുന്നു, ഡാൻസ് കളിക്കുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളും അതുപോലെ തന്നെ അവിടുത്തെ സഹ അധ്യാപകരും എല്ലാം പറയുന്നത് എന്താണ്? വളരെ മിടുക്കനായ ഒരു മനുഷ്യനാണ്, നല്ലതായിട്ട് പെർഫോം ചെയ്യും. അയാൾ പെർഫോം ചെയ്ത അയാൾ സുന്ദരനല്ലേ? അതല്ലേ അയാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ല നിറം തൊട്ട് നോക്കിയാണോ? ഇവരുടെയൊക്കെ വെളുപ്പാണെങ്കിലും ഉള്ളു കറുപ്പാണ്. കാക്കയുടെ നിറമാണ് അയാൾക്കെന്ന്. കാക്ക എനിക്ക് എന്താ കുഴപ്പം? എന്താ കാക്കയ്ക്ക്? കാക്ക വേണ്ടാത്തതാണോ? കാക്കയ്ക്ക് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്, കാക്കയ്ക്ക് ഇല്ലെന്നുണ്ടോ? ഈ സൗന്ദര്യമൊന്നും ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഇനി വേറെ അതിന് പല അർത്ഥതലങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇതൊരു സ്ത്രീ ആയിപ്പോയി, അതുകൊണ്ട് വളരെ കുറച്ചേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ ഇതിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ പ്രതികരിക്കാമായിരുന്നു. അത് പറ്റുന്നില്ല. പക്ഷേ ഇവർ മനസ്സിലാക്കണം, ഇവർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിൻ്റെ 316 വകുപ്പ് അനുസരിച്ചുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്തേക്കാണ് ഇവർ. അത് ജാമ്യമില്ലാ കുറ്റമാണ്. ഇതിന് മുൻകൂർ ജാമ്യം ഇല്ല. അത് അതും ഇവരൊന്ന് തിരിച്ചറിയണം. കൂടുതൽ പുലമ്പാതിരിക്കട്ടെ ഇവർ. ഇപ്പോഴും വീണ്ടും വീണ്ടും അതേ സ്റ്റാൻഡിൽ നിൽക്കുകയല്ലേ. ഈ സ്റ്റാൻഡിൽ നിന്നൊന്ന് മനസ്സിലാക്കി എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് അയാളുടെ കാൽ പിടിച്ച് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും, ഇല്ലേ? അയാൾ എന്താ അയാളുടെ കുഴപ്പം? അയാളുടെ കുഴപ്പം എന്താണ്? അയാൾ ആകെപ്പാടെ അയാൾ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവനായിപ്പോയി. അയാൾ ഉയർന്നു വരുന്നത് ഈ വരേണ്യവർഗ്ഗങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതാ കാര്യം. ഇവർ മാത്രമല്ല, വേറെ ചില ആളുകളും പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും ജീവിച്ചിരിക്കാത്തതുകൊണ്ട് ഞാൻ അവരെക്കുറിച്ച് പറയുന്നില്ല. ഇവർ ഇതുപോലെ ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇവർ നടക്കുകയാണ്. വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്, ചെയ്തുകൂടാത്തതാണ്. അയാൾ എന്ത് ചെയ്തു? അയാൾ ഈ വർഗത്തിൽ പറഞ്ഞതിന് അയാൾ കറുത്ത നിറമായിപ്പോയി അയാളുടെ തൊലിക്ക്. അയാൾ എന്ത് കുറ്റം ചെയ്തു? അപ്പോൾ ഇനിയും ഞാനിത് പറയാൻ കാരണം, ഇനിയെങ്കിലും ഇവർ തിരിച്ചറിയണം. അതേപോലെ ഇതേ മനസ്ഥിതിയുള്ള മറ്റാളുകൾ കാണും കേട്ടോ, ഇഷ്ടംപോലെ ആളുകൾ കാണും. ഈ വരേണ്യ വർഗം എന്ന് കരുതുന്ന ആളുകൾ കാണും. കാരണം അവർ വെളുത്ത് പഴുത്തിരിക്കുന്നു, പക്ഷേ അത് ആ രീതിയിൽ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് എന്തും പറയാം. കറുത്തത് പുച്ഛമാണ്. ഈ കറുത്തവന്മാർ എന്ന് പറയുന്നത് എന്താ മോശമാണോ കറുത്തത് എന്ന് പറയുന്നത്? തൊലിക്ക് നിറം കറുത്ത ആൾക്ക് സൗന്ദര്യമുള്ള ധാരാളം ആളുകളല്ലേ ഉള്ളത്. അതിനെന്താ കുഴപ്പം കറുപ്പിന്? ഈ കറുപ്പെന്ന് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, എന്താണെന്നറിയോ? അവരുടെ അധകൃതൻ എന്നുള്ള ഒരു കണക്കാണ്, അവർണൻ എന്നുള്ള ഒരു കണക്കാണ്. സവർണനും അവർണനും ഒന്നും ഇന്നത്തെ കാലത്തില്ല. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി 1951 മുതൽ എല്ലാവരും ഒരുപോലാണ്, ഇക്വാളിറ്റിയാണ് ഇവിടെ. അതിന് തൊലിയുടെ നിറം നോക്കിയല്ല ആളുകളെ തീരുമാനിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും. ആ രീതിയിലല്ല കണക്കാക്കേണ്ടത്. ആദ്യം ഇവരൊന്ന് തിരിച്ചറിയണം. ഈ 3(1)R ഞാൻ പറഞ്ഞ ഒഫൻസ് ഉണ്ടല്ലോ, ഏറ്റവും കൂടിയ അതിന് 5 വർഷം വരെ അതിന് തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ, അതായത് നിർബന്ധമായിട്ടും 6 മാസം കൊടുത്തിരിക്കണം. അല്ലാതെ സാധാരണ ഇത് പറഞ്ഞില്ലെങ്കിൽ എന്താ, ഒരു ദിവസം ടിൽ ദ റൈസിങ് ഓഫ് ദ കോർട്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ശിക്ഷ കൊടുക്കാം. പക്ഷേ ഇതന്നെ അതൊക്കത്തില്ല. ഏറ്റവും കുറഞ്ഞത് 6 മാസം കൊടുത്തേ പറ്റൂ. ഇതൊന്നും മനസ്സിലാക്കിയിരിക്കണം ആ സഹോദരി. ഇനിയെങ്കിലും വാ തുറക്കുമ്പോൾ, ഇതുപോലെ വിഷം ചീറ്റുമ്പോൾ ഈ ഒരു ധാരണ ഒന്ന് മനസ്സിൽ വേണം. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അകത്താകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനിയും പുലമ്പാൻ.